മഹേന്ദ്രന്റെ ക്യാരക്ടർ ഒരു സൂത്രശാലിയായ ഒരു കുറുക്കനാണെന്നാണ് പറയാം. നമ്മളൊരു സിനിമ അല്ലെങ്കിൽ വെബ് സീരീസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം പ്രൊട്ടാഗനിസ്റ്റ് ഒരാളെ ഉള്ളെങ്കിൽ ആ പ്രൊട്ടാഗനിസ്റ്റിനെ ചുറ്റിപ്പറ്റിയായിരിക്കുമല്ലോ മൊത്തം കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നതും അയാളുടെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും നമ്മൾ കഥ പറയുന്നത്. പട്ടിണിയും പരിവട്ടവും പ്രാരാബ്ദവും ഒക്കെ ഉള്ള ഒരു ശരാശരി മലയാളി യുവാവിന്റെ കഥ സിനിമയാക്കിയാൽ അതിന് ഏറ്റവും ആപ്റ്റ് ആകുന്ന ഫേസ് സൈജുവിന്റെ ആവുന്നുള്ളൊരു കമന്റ് ഉണ്ടായിരുന്നു. ഞാൻ സാധാരണക്കാരനായിട്ട് അഭിനയിക്കുന്ന അത്രയും കാലം ഈ സാധനങ്ങൾ ഇമോഷണലി ഉള്ള ഒരു ഡൗൺഫോൾ വരുമ്പോൾ ഏറ്റവും സപ്പോർട്ട് വേണ്ടത് ഇമോഷണലി നമുക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ തൊട്ട് ഞാനൊരു 10-15 ദിവസം ഞാൻ നീറിയത് ദൈവം കണ്ടു. മറ്റേ തുടക്കത്തിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ എല്ലാവരും ചെയ്തല്ലേ ബെറ്റർ ആവുന്നത്. പുള്ളിക്ക് ഒരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ട്. സോണി ലിവിന്റെ ആദ്യ മലയാളം വെബ് സീരീസ് ജയ് മഹേന്ദ്രന്റെ വിശേഷങ്ങളുമായി നായകൻ സൈജു കുറുപ്പ്, നായിക മിയ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നു. സ്വാഗതം. താങ്ക് യു. എന്താണ് ജയ് മഹേന്ദ്രൻ? എങ്ങനെയാണ് ജയ് മഹേന്ദ്രനെ കാണുന്നത്? ജയ് മഹേന്ദ്രൻ ഒരു എന്റർടൈനറാണ്. സോണി ലീവ് പോലത്തെ ഒരു വലിയ പ്ലാറ്റ്ഫോമിലാണ് അത് സ്ട്രീം ചെയ്യാൻ പോകുന്നത്. അതാണ് ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്. ബിക്കോസ് നമ്മൾ എല്ലാവർക്കും അറിയാം സോണി ലീവിൽ വരുന്ന ഓരോ കണ്ടന്റ്സും അത്ര ഒരു മിനിമം ഗ്യാരണ്ടിയാണ്. അതിപ്പോൾ ഏത് ലാംഗ്വേജിൽ വന്നാലും ഭയങ്കര ചൂസ് ചെയ്താണ് അവർ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിൽ അതിൻ്റെ ആദ്യത്തെ മലയാളം വെബ് സീരീസിൽ അഭിനയിക്കാൻ പറ്റിയതൊക്കെ നമ്മുടെ വലിയ ഭാഗ്യമാണ്. സോ ജയ് മഹേന്ദ്രൻ ബേസിക്കലി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ താലൂക്ക് ഓഫീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഏതൊരു ആൾക്കും കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഏജ് ബാറൊന്നുമില്ല. 18+ അങ്ങനെയൊന്നുമില്ല. ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കും കാണാം. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു താലൂക്ക് ഓഫീസിൽ എംപ്ലോയിയുടെ കഥയാണ്. പിന്നെ ആ താലൂക്ക് ഓഫീസിൽ വേറെ ആൾക്കാരുടെ കഥകളുണ്ട്. ഇയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു. ചെറിയ ഈ മഹേന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ചെറിയ ഇതുണ്ട്, കുറച്ച് മാനിപ്പുലേറ്റീവ് ഒക്കെയാണ്, അത്യാവശ്യം നല്ല ഇൻഫ്ലുവൻഷ്യലുമാണ്, ചെറിയ ഗ്രേ ഷെയ്ഡ്സ് ഉണ്ട്. പക്ഷേ എവിടെ ഒരു നന്മയുണ്ട്. ആ നന്മ കാരണം ഓഡിയൻസ് എപ്പോഴും ആ കഥാപാത്രത്തിനെ ഇഷ്ടപ്പെടുകയുള്ളൂ. ഗ്രേ ആയതുകൊണ്ട് അയാളെ ഹേറ്റ് ചെയ്യൊന്നുമില്ല. അപ്പം അങ്ങനെ പോകുന്ന ഒരു കഥാപാത്രമാണ് എൻ്റെ. മിയയിലേക്ക് വന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യയുടെ കഥാപാത്രം, ഇതിനു മുമ്പ് അങ്ങനെ ഒരു കഥാപാത്രം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ മറ്റേ ഡ്രൈവിംഗ് ലൈസൻസ് പോലീസാണ് ആദ്യത്തെ വെബ് സീരീസ് അനുഭവം കൂടിയാണ്. അപ്പോ ആ റോൾ എങ്ങനെ ഉണ്ടായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യയുടെ റോൾ? നല്ലതായിരുന്നു. എനിക്ക് ഇതിനകത്തൊരു വെബ് സീരീസ് എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ ആദ്യത്തെ ഒരു ചുവടുവയ്പ്പാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഓൾസോ സൈജു ചേട്ടനെയൊക്കെ നമുക്ക് മുമ്പേ പരിചയമുള്ളതാണ്. അപ്പോൾ ഒരു പരിചയമുള്ള ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഒരു എന്താ പറയുന്നത് ഒരു ഐസ് ബ്രേക്കിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്, നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. പിന്നെ എനിക്കിതിനകത്ത് എൻ്റെ സീൻസ് എല്ലാം തന്നെ ചേട്ടൻ്റെ കൂടെയാണ്, സൈജു ചേട്ടൻ്റെ കൂടെയുള്ളതാണ്. എനിക്ക് ആ സീൻസ് എല്ലാം വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മൾ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ആ സീനുകളെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. ചിലതൊക്കെ എൻ്റെ ഫേവററ്റ് സീൻസ് തന്നെയാണെന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ സീനുകളൊക്കെ നമ്മൾ വായിച്ചപ്പോഴേ നമുക്ക് അല്ലെങ്കിൽ കേട്ടപ്പോഴേ നമുക്ക് ഇഷ്ടപ്പെട്ട സീനുകൾ ഒരുമിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ എനിക്ക് ഇവരുടെ ആ ഒരു മഹീന്ദ്രൻ്റെയും ഭാര്യ പ്രിയയുടെയും ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ മെച്യൂരിറ്റിയും ആ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ കള്ളത്തരൊക്കെ പിടിച്ചെടുക്കുന്ന ഭാര്യയാണ്. അറിയാം ഇച്ചിരി ഉണ്ട്, ഇച്ചിരി മാനിപ്പുലേറ്റീവ് ആണെന്നൊക്കെ അറിയാമെങ്കിൽ പോലും പുള്ളിക്ക് ഒരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു സപ്പോർട്ട് ചെയ്യുന്നൊരു വൈഫും കൂടെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു ബന്ധത്തിന്റെ ഒരു ബ്യൂട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ വളരെ അട്രാക്റ്റഡ് ആയിട്ട് വന്നതായിരുന്നു ഈ ഒരു പ്രൊജക്റ്റിലേക്ക്. അപ്പോൾ നല്ലതായിരുന്നു. ഇതിനകത്ത് എൻ്റെ ക്യാരക്ടർ ആണെങ്കിലും പ്രിയ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂൾ ടീച്ചറാണ്. അപ്പൊ പുള്ളിക്കാരിയും ഇൻഡിപെൻഡന്റ് ആയിട്ട് പുള്ളിക്കാരുടെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഓൾസോ ഹസ്ബൻഡ് ഇന്ന പോലെ വർക്ക് ചെയ്യുന്നു. അപ്പൊ രണ്ട് വർക്കിംഗ് ആയിട്ടുള്ള രണ്ട് ഇൻഡിവിജ്വൽസിന്റെ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്, അതാണ് മഹേന്ദ്രന്റെ ക്യാരക്ടർ ഒരു സൂത്രശാലിയായ ഒരു കുറുക്കനാണെന്നാണ് പറയാം. ആ ഒരു റോള് ചെയ്യാനായിട്ട് എന്തെങ്കിലും തയ്യാറെടുപ്പുകളോ അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു കഥാപാത്രത്തിനകത്ത്? ചലഞ്ച് ഡയലോഗ് പറയാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി പ്രശ്നമൊന്നുമില്ലായിരുന്നു. കുറെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കുറെ വേർഡ്സ് ഉണ്ടായിരുന്നു. സർക്കാർ പദമായിട്ടുള്ള അതെ. ഈ സാഹിത്യപരമായിട്ടുള്ള ഭാഷ നമുക്കറിയില്ല. അതിൽ കുറച്ച് ഞാൻ വെള്ളം കുടിച്ചു. ബട്ട് ബാക്കിയെല്ലാം പിന്നെ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു. പോവുക, അവർ പറയുന്ന പോലെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സംവിധായകനും റൈറ്ററുടെയും
അഭിപ്രായം എടുത്തിട്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളങ്ങ് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ശ്രീകാന്ത് റോളിലേക്ക് വിളിക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, എന്തുകൊണ്ട് ഈ മഹേന്ദ്രൻ നടി ഞാൻ തന്നെ വേണം എന്നുള്ളൊരു റോള്, അതെന്താ അങ്ങനെ ചോദിച്ചിരുന്നോ ശ്രീകാന്ത്? അങ്ങനെ ഞാൻ ചോദിച്ചില്ല. കാരണം എനിക്ക് പറ്റിയ ക്യാരക്ടർ, എനിക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പം നമുക്ക് പലപ്പോഴും ഇത് ഷോൾഡർ ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടർ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ ആഗ്രഹം കാണും, പക്ഷെ നമുക്കറിയാം അത് നമുക്ക് അത്രയും ഷോൾഡർ ചെയ്യാൻ പറ്റില്ല, നമ്മളെ അറിയാമല്ലോ. അപ്പോഴായിരിക്കും നമ്മൾ ഇങ്ങനത്തെ ഉള്ള നമുക്ക് സംശയങ്ങൾ വരുന്നത്, എന്തുകൊണ്ട് നമ്മളെന്നുള്ളത്. അപ്പോൾ അപ്പോഴായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ മഹേന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരുപക്ഷെ ചിലപ്പം ടൈലർ മെയ്ഡ് ഫോർ മീ ആയിരിക്കും, ഫോർ ആക്ടർ സൈജു കുറുപ്പ്. അത് അതുകൊണ്ട് തന്നെ ആ ഒരു സംശയം ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണോ അങ്ങനെ ഒരു സപ്പോർട്ടല്ലേ ഞാൻ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംശയം വന്നിട്ടില്ല. ഈ സർക്കാർ ഇപ്പൊ പറഞ്ഞ പോലെ സർക്കാർ ഓഫീസുകളിലെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മുൻപും സിനിമകൾ പലപ്പോഴായിട്ട് മലയാളത്തിൽ വന്നിട്ടുണ്ട്, നമ്മളത് കണ്ട് ആസ്വദിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സീരീസിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം വർക്കൗട്ട് ആകും എന്നൊരു ചർച്ച ഉണ്ടായിരുന്നു അതായത് ആദ്യത്തെ ലെവല് കഥ കേൾക്കുമ്പോഴൊക്കെ? ഇല്ല, ഇത് വർക്കൗട്ട് ആകുമെന്ന് തന്നെ നമുക്ക് അറിയായിരുന്നു. എന്റർടൈൻമെന്റ് എപ്പോഴും വർക്കൗട്ട് ആകുമല്ലോ. സോ ഇത് എന്റർടൈനിങ് ആയിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ്. നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട്, സർക്കാർ ഓഫീസ് ബേസ്ഡ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം താലൂക്ക് ഓഫീസ് ത്രൂ ഔട്ട് വരുന്ന പോലെ ഇല്ലല്ലോ. ടോട്ടലി അതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയോ കാര്യങ്ങളോ ഒന്നുമില്ല. ചില സീനുകളൊക്കെ വന്നു പോയിട്ടുണ്ടാവാം അല്ലെ, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇത് നമ്മൾ കണ്ടത് വെച്ച് നോക്കുവാണെങ്കിൽ ടോട്ടലി എന്താ പറയുന്ന ഒരു താലൂക്ക് ഓഫീസും നിങ്ങളുടെ ജോലിയും അതുമായിട്ട് ബന്ധപ്പെട്ട് കുരുങ്ങിക്കിടക്കുന്ന കാര്യങ്ങളിലാണ് ഇതിന്റെ ഈ കഥ മൊത്തത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല സിനിമയിലൊന്നും. പിന്നെ നമ്മളിപ്പോ ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം ഓഡിയൻസിന് ഒരു ഫീല് കിട്ടാം കാണാത്തവർക്ക്. ഇത് താലൂക്ക് ഓഫീസിൽ ഒരാൾ വരുന്നു, അയാളുടെ പ്രശ്നം കാണിക്കുന്നു, പിന്നെ അടുത്ത സീനിൽ വേറൊരാൾ വരുന്നു, അയാളുടെ പ്രശ്നം കാണിക്കുന്നു, ഇതെങ്ങനെ സോൾവ് ആവുന്നു, ഇത് മാത്രമേ ഉള്ളൂ, ഇത് നമ്മൾ കോമഡി രൂപത്തിൽ കാണിച്ചാന്നുള്ളൊരു ഫീല് വരാം. അത് ചിലപ്പോൾ ഒരു ഡോക്യുമെന്ററി ആയി മാറും. നമ്മുടെ അതല്ല, മഹേന്ദ്രന്റെ ലൈഫാണ് പറയുന്നത്. അദ്ദേഹം താലൂക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കാരണം നമ്മൾ അവിടുത്തെ കാര്യങ്ങളും ഇഷ്യൂസും ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. മഹേന്ദ്രന്റെ ഫാമിലി കാണിക്കുന്നുണ്ട്, മഹേന്ദ്രന്റെ ബാക്കിയുള്ള പരിചയക്കാരെ കാണിക്കുന്നുണ്ട്, പുറത്തുള്ള ഫ്രണ്ട്സിനെ കാണിക്കുന്നുണ്ട്. സോ ഇത് മഹേന്ദ്രന്റെ ലൈഫാണ്. ഇപ്പോഴും നമ്മളൊരു സിനിമ അല്ലെങ്കിൽ വെബ് സീരീസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം പ്രൊട്ടാഗണിസ്റ്റ് ഒരാളെ ഉള്ളെങ്കിൽ ആ പ്രൊട്ടാഗണിസ്റ്റിനെ ചുറ്റിപ്പറ്റിയായിരിക്കുമല്ലോ മൊത്തം കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുന്നതും അയാളുടെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും നമ്മൾ കഥ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇയാളൊരു ഡെപ്യൂട്ടി തഹസിൽദാർ ആയതുകൊണ്ടാണ് താലൂക്ക് ഓഫീസ്. യു അണ്ടർസ്റ്റാൻഡ്? അല്ലാതെ നമ്മൾ ഒരു ഡോക്യുമെന്ററി സ്റ്റൈൽ അല്ല. അതെ അതെ. ഇപ്പോൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്, അതായത് കുറച്ച് അധികാര ഇടനാഴികളിലൊക്കെ ഓടി നടക്കുന്ന ഒരാളാണെന്നുള്ളത് പറഞ്ഞു പോകുന്നുണ്ട് ത്രൂ ഔട്ട്. അതിന്റെ ഒരു അപ്പിയറൻസ് ആണ് ആ വെള്ളയും തോളത്തൊരു ബാഗും ഒക്കെ ആയിട്ടുള്ള ആ ഒരു രൂപം, മഹേന്ദ്രന്റെ രൂപം. അപ്പോൾ മഹേന്ദ്രന്റെ ആ രൂപം മുൻപ് കണ്ട ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ടുള്ള സിമിലാരിറ്റീസ് ഒക്കെ തോന്നുക, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? ഞാൻ ചെയ്ത കഥാപാത്രങ്ങളായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക്. ഇപ്പം വൈറ്റ് ആൻഡ് വൈറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളൊരു, അത് പക്ക രാഷ്ട്രീയക്കാരനായിരുന്നു. അതെ അതെ അതെ. ഇത് വൈറ്റ് ആൻഡ് വൈറ്റ് അദ്ദേഹത്തിന് ചിലപ്പോൾ ഇഷ്ടമുള്ളൊരു വേഷമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം അത് യൂണിഫോം ആയിട്ട് ഓഫീസിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പം വീട്ടിലെ വേറെ ഇതാണല്ലോ യൂസ് ചെയ്യുന്നത്, വൈറ്റ് ആൻഡ് വൈറ്റ് അല്ല. പുറത്ത് പോകുമ്പോഴത്തേക്കും വൈറ്റ് ആൻഡ് വൈറ്റ് അങ്ങനെ ഇടുന്ന പല ആൾക്കാരും ഉണ്ടല്ലോ. ഇപ്പം സിനിമയിലുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ, അല്ലെങ്കിൽ ഐ മീൻ ഈ ഗവൺമെൻറ് ഓഫീസിൽ അല്ലാണ്ടും പൊളിറ്റിക്കലി ഇതായിട്ടുള്ള ആൾക്കാരല്ലാത്തവരും ഒക്കെ, ചിലവരൊക്കെ സാധാരണക്കാരൊക്കെ വൈറ്റ് ആൻഡ് വൈറ്റ് ഇടാറുണ്ട്. അപ്പം അതിലപ്പോൾ അയാൾ യൂണിഫോം ആയിട്ട് ഇട്ടതായിരിക്കാം. ഈ സൈജോന്റെ പെർഫോമൻസിനെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ചർച്ചകൾക്ക് ഡെയിലി ഫേസ്ബുക്കിൽ കണ്ടൊരു പോസ്റ്റാണ്. ഈ പട്ടിണിയും പരിവട്ടവും പ്രാരാബ്ദവും ഒക്കെ ഉള്ള ഒരു ശരാശരി മലയാളി യുവാവിന്റെ കഥ സിനിമയാക്കിയാൽ അതിന് ഏറ്റവും ആപ്റ്റ് ആകുന്ന ഫേസ് സൈജോന്റെ ആവുന്നുള്ളൊരു ഒരു കമന്റ് ഉണ്ടായിരുന്നു. അതിനെ പിന്തുടർന്നാണ് പ്രാരാബ്ദം സ്റ്റാർ എന്ന രീതിയിലുള്ള ഒരു ആഘോഷവും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയായിരുന്നു അതിനൊക്കെ കണ്ടത്? അതൊക്കെ രസമല്ലേ. നമുക്ക് എപ്പോഴും നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആ ചേട്ടൻ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു ആളാണ് സൈജു ചേട്ടൻ. എപ്പോഴും നമുക്കൊരു അകലം തോന്നത്തില്ല. നമുക്ക് എപ്പോഴും നമുക്ക് വളരെ അടുപ്പമുള്ള, നമുക്ക് അറിയാവുന്ന, അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു ഫിഗറാണ്. അതുകൊണ്ടായിരിക്കും മേ ബി ആൾക്കാരും പ്രേക്ഷകരും അത് റിലേറ്റ് ചെയ്യുന്നത് അല്ലേ. സന്തോഷമാണ് ഈ ആൾക്കാർ ഇങ്ങനെ ഓരോ പേരുകൾ തരുമ്പോഴത്തേക്ക്. ദേ ആർ ആക്ച്വലി നമ്മളിവരെ ഓർക്കുന്നുണ്ട്, നമ്മളിവരെ ആലോചിക്കുന്നുണ്ട്. ഇപ്പം ഒരാളായിരിക്കും ചിലപ്പോൾ ഇത് കണ്ടുപിടിച്ചത്. ഞാനൊരു പോസ്റ്റാണ് കണ്ടത്, അത് ഞാൻ റീഷെയർ ചെയ്തു, അപ്പോഴാണ് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത്. ആ പോസ്റ്റ് ഇട്ടയാള് എത്രമാത്രം എന്നെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടുണ്ട്, എൻ്റെ കഥാപാത്രങ്ങളെ പറ്റി. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ രീതിയിലല്ല എടുക്കേണ്ടത്, അല്ലാതെ എന്നെ കളിയാക്കുക എന്നുള്ളതല്ലല്ലോ.
അയാൾ എത്ര എഫേർട്ട് ഇട്ടു അതെ, അല്ലേ അതെ. ഇതെല്ലാം ആ ആ ക്യാരക്ടർ കണ്ടുപിടിക്കാൻ. ഓർത്തിരിക്കാൻ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ. അത് ഞാൻ പോലും ആലോചിച്ചിട്ടില്ല ഇതൊന്നും. അതെ മനസ്സിലായില്ലേ? ഇത് വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ സിനിമകൾ ചെയ്യുമ്പോഴത്തേക്കും കടബാധ്യത ഉണ്ടോ എന്നൊക്കെ നമ്മൾ ക്യാരക്ടറിന് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ എന്നാലും ഈ സിനിമ ഞാൻ കടക്കാരനാണോ എന്നൊരു ആ ചോദ്യം. പക്ഷെ എന്നാലും ഞാൻ ആ പരിപാടി വിട്ടിട്ടില്ല. അതെ, ആ പരിപാടി അതിപ്പോ കാണുന്നുണ്ട്. ഞാൻ സാധാരണക്കാരനായിട്ട് അഭിനയിക്കുന്ന അത്രയും കാലം ഈ സാധനം കാണും. സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാര് എല്ലാവർക്കും ലോൺ കാണില്ലേ? അതെ, EMI അതെ, അടയ്ക്കാൻ അതെ. കാണും. നമ്മൾ ലോൺ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഈ ഒരു ഇംഗ്ലീഷ് വാക്കിൽ നമ്മൾ വളരെ പോളിഷ്ഡ് ആയിട്ട് പറയുമ്പോഴത്തേക്കും അത് ഓക്കെ. കടം എടുത്തെന്ന് പറയുമ്പോഴത്തേക്കും കടം മേടിച്ചു എന്തോ ഒരു മോശം. അപാകത. അങ്ങനെയല്ലേ? ലോണും ഒരു കടമാണല്ലോ കടമാണ്. അതെ, അതെ, അതെ. അല്ലേ? ചേട്ടൻ ഇപ്പൊ 20ാമത്തെ വർഷമാണ് സിനിമയിൽ. ഞാൻ മനസ്സിലാക്കിയത്തോളം 20ാമത്തെ വർഷത്തേക്ക് കടക്കുകയാണ്. മയൂഖത്തിലെ ആ ഒരു കഥാപാത്രത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ടോ ഞാൻ എത്ര ബെറ്റർ ആക്ടർ ആണെന്നുള്ള കാര്യം? കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഇല്ലേ? ഓ, ചില തുടക്കത്തില് ഭയങ്കര മോശമായിരുന്നു. എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, നീ ഇത് പറിച്ചു നിർത്തുക കേട്ടോ, ഇത് കുറച്ച് ഓവറാകുന്നുണ്ട്, എല്ലാ ഇന്റർവ്യൂവിലും കയറി അഭിനയം മോശമായിരുന്നു കൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, ഇനി ഞാൻ നിർത്തിക്കളെ. പക്ഷേ ഇപ്പം ഇങ്ങനത്തെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ച്, അപ്പോൾ ആ സാഹചര്യം വരുമ്പോൾ ഞാനത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. എന്നുവെച്ചാൽ എന്തായിരുന്നു സത്യം അതാണ് ഞാൻ പറയുന്നത്. അന്ന് പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാനിപ്പം തിരിഞ്ഞു നോക്കുവാണ്. അപ്പം നോക്കുമ്പോഴത്തേക്കും അവിടെ നിന്നൊക്കെ ഗ്രാഫ് സ്നെയിൽ പേസിലാണെങ്കിലും പതുക്കെ പതുക്കെ അത് മേളിലോട്ട് വന്നിരിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ടത്തിലും ബെറ്ററാണ്. അതെ, അതിപ്പോ ഏത് ജോലി ആയാലും അല്ലേ, തുടങ്ങുമ്പോ ബാലാരിഷ്ടത എന്നൊക്കെ പറയത്തില്ല. ആ ബെസ്റ്റ് ആളുടെ അടുത്താ പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ മറ്റേ തുടക്കത്തിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ എല്ലാരും ചെയ്ത് ചെയ്ത് ചെയ്തല്ലേ ബെറ്റർ ആവുന്നത്. അപ്പൊ ഏത് ജോലി, അതിപ്പോ സിനിമ എന്നുള്ളതല്ല, ഏത് ഫീൽഡാണ്. ഇപ്പം ചാനലിൽ കയറിയ സമയത്ത് ആദ്യമേ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായി കാണും. അപ്പൊ അത് എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. ഈ മഹേന്ദ്രന്റെ വൈഫ് എന്ന രീതിയിൽ മഹേന്ദ്രൻ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ, അതില് കഥയിലുണ്ടാകുന്ന ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് സ്വയം മനസ്സിലാക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് പ്രിയ. അപ്പൊ ആ ഒരു സീൻ നിങ്ങളുടെ കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു അത്ര സീനുകളിൽ? എൻ്റെ അടുത്ത് രാഹുൽ ചേട്ടൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം, ബാക്കി എല്ലായിടത്തും ഓഫീസിലായാലും നാട്ടിലായാലും എല്ലായിടത്തും മറ്റുള്ളവർക്കൊരു പ്രോബ്ലം അല്ലെങ്കിൽ എന്തൊരു പ്രശ്നമായിട്ട് വരുമ്പോൾ അത് സോൾവ് ചെയ്ത് കൊടുക്കുന്ന, സിമ്പിളായിട്ട് അത് ഡീൽ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മഹീന്ദ്രൻ. പക്ഷെ മഹീന്ദ്രന് ഒരു പ്രശ്നം വരുമ്പോൾ മറ്റുള്ള അവർക്കൊന്നും അത് സോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ മറ്റാർക്കും പുള്ളീനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. പുള്ളിയും ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. പക്ഷെ അവിടെ മറ്റുള്ളവർക്ക് എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന മഹീന്ദ്രനെ ഹെൽപ്പ് ചെയ്യുന്ന പേഴ്സൺ ഈ പ്രിയയാണ്. ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന, അതിപ്പം ഇമോഷണലി ആണെങ്കിലും എന്താ പറയുന്നത്, മറ്റുള്ള എന്താ പറയുന്നത്, ഇപ്പോൾ ഒരാളെ ഇമോഷണലി ഉള്ള ഒരു ഡൗൺഫോൾ വരുമ്പോൾ ഏറ്റവും സപ്പോർട്ട് വേണ്ടത് ഇമോഷണലി നമുക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. ആ ഒരു സപ്പോർട്ട് ഏറ്റവും കൊടുക്കേണ്ട ക്യാരക്ടർ ഈ പ്രിയയാണ്. അപ്പോൾ അതാണ് മഹീന്ദ്രന്റെ ഏറ്റവും വലിയ ബലമായിട്ട് അയാൾ എടുത്ത് മുന്നോട്ടേക്ക് പോവേണ്ടത്. അപ്പം അതാണ് എനിക്ക് ആദ്യമേ തന്നൊരു പോയിന്റ്. അപ്പം മഹീന്ദ്രന്റെ ഒരു സ്ട്രോങ് പില്ലറാണ് പ്രിയ. മഹീന്ദ്രൻ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ശരിയല്ലാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് തിരുത്താനും കറക്റ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു പോസിറ്റീവ് സപ്പോർട്ടീവ് ക്യാരക്ടറായിട്ടാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഞാനും ഒരു ഭാര്യയാണ്. അപ്പൊ അത് കാരണം ഇപ്പൊ എൻ്റെ ചേട്ടനും ഒരു ഭർത്താവാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ലൈഫുമായിട്ട് തന്നെ നമുക്കത് കണക്ട് ചെയ്യാൻ തോന്നും. നമ്മളും ആ ഒരു പദവിയിൽ ഇരിക്കുന്ന ആൾക്കാരാണല്ലോ, നമ്മളും അത് ലൈഫ് ലീഡ് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് റിലേറ്റ് ചെയ്യാനും ഈ സീനിലേക്ക് അത് അഡാപ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. സുഹാസിനി മേമിനെ പോലെ ഒരു വർഷങ്ങളിലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു നടി നമ്മുടെ സെറ്റിലുണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അവരുടെ കോമ്പിനേഷൻ സീൻസ് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിക്കാരായിട്ടുള്ള എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്, വെരി സോഫ്റ്റ് സ്പോക്കൻ. നമ്മൾ പണ്ടോട്ട് പിന്നെ കാണുന്നല്ലേ, ഭയങ്കര നമ്മൾ ആരാധനയോടെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ആരാധന നമുക്ക് കൂടുമ്പോഴത്തേക്കും നമുക്ക് ഈ കുറച്ച് ഉത്ഭയം ഉണ്ടാവും അവരായിട്ട് അഭിനയിക്കുമ്പോഴൊക്കെ, പെർഫോം ചെയ്യുമ്പോഴൊക്കെ. പക്ഷേ ഷി വാസ് വെരി കൂൾ. അപ്പം അങ്ങനെ എനിക്ക് ഉത്ഭവമുള്ള കാര്യം അവർക്കറിയില്ല. പക്ഷേ സുഹാസിനി ചേച്ചി വളരെ കൂളായിട്ടുള്ള ഒരാളായത് കാരണം ഞാൻ കംഫർട്ടബിൾ ആയി. നമ്മുടെ പേടി പുറത്ത് കാണിച്ചില്ല. പേടി പുറത്ത് കാണിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ആ പേടി അങ്ങ് മാഞ്ഞുപോയി. അത് ആദ്യം കാണുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആക്ച്വലി ഞാനിത് ആദ്യമേ
ഇത് ആദ്യമേ ഉള്ള നറേഷനിൽ എനിക്ക് ആക്ച്വലി സുഹാസിനി മാമായിട്ടൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ അയ്യോ എനിക്ക് ഇല്ലല്ലോ എന്നുള്ളൊരു ഒരു ഫീലിംഗിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ അത് പിന്നീട് സീൻ അങ്ങനെ ആഡായി വന്നു. എനിക്ക് കോമ്പിനേഷൻ സീൻസ് വന്നു. അപ്പൊ ഞാൻ ഓരോ ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴും എന്റെ മമ്മി അന്വേഷിക്കും, നീ വർത്താനം പറഞ്ഞോ, കണ്ടോ, ഇന്ന് വന്നായിരുന്നോ, എന്ത് പറഞ്ഞു, സീൻ ചെയ്തോ. മമ്മിക്ക് ഭയങ്കര അന്വേഷണമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നില്ല ഒരു ഹേറ്റേഴ്സും ഉള്ള ഒരു ആക്ടറാണ് സുഹാസിനി മാം എന്ന് തോന്നുന്നില്ല. എനിക്കൊക്കെ ആണെങ്കിൽ പോലും എന്താ എനിക്ക് ഇഷ്ടമില്ല, എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും ഇങ്ങനെ എനിക്ക് ഇഷ്ടമല്ല അവരെ എന്ന് പറയാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. എനിക്കൊന്നും തോന്നുന്നില്ല സുഹാസിനി മാമിന് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെല്ലാ പഴയ സിനിമകളും പോലെ എല്ലാം നമ്മൾ കാണുന്നതല്ലേ. അപ്പം ഞാൻ ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടും എന്താ പറയുന്നത്, ഞാൻ ഭയങ്കര ചെറിഷ് ചെയ്യുന്നൊരു കാര്യമാണ് മാമിന്റെ കൂടെ അഭിനയിച്ചു എന്നുള്ളൊരു കാര്യം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ്. ഡയറക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. മുൻപ് അഭിനയിച്ച വർക്ക് ചെയ്ത സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ സമ്മാനമായിട്ട് വാച്ച് ഒക്കെ കൊടുത്തിരുന്നു പറഞ്ഞു. അതൊരു മുൻകൂർ അങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞ ഓർമ്മയില്ല. അത് 2 വാച്ച്. 2 വാച്ചിന്റെ ഒരു കഥ കേട്ടു. ഒരു വാച്ച് കൊടുക്കുന്നത് ഓക്കെ, അത് ഓക്കെ എല്ലാവർക്കും കൊടുത്ത് കാണുമായിരിക്കും. ഇത് 2 വാച്ച് എനിക്ക് ഓർമ്മയില്ല. അതിന് ഞാൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കാണ് 2 പറഞ്ഞിട്ട് എടുത്തോണ്ട് പോയതാണെന്ന് അറിയില്ല. അല്ല, ഭാവിയിൽ പടം ചെയ്തേക്കാൻ വരെ നമ്മളെ നായകനായിട്ട് വിളിച്ചേക്കാൻ മുൻകൂറായിട്ട് അങ്ങ് പറഞ്ഞു വെച്ച രീതിയിലാണ്. പക്ഷെ വേറെ കാര്യം കൂടെ, എത്ര വാച്ചുകൾ അതെ 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 അല്ലേ, എത്ര പടം ചെയ്ത് ചേട്ടൻ 150 പടം ചെയ്തു. അതെ. അല്ല, ഇതുവരെ വർക്ക് ചെയ്തതില് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്യാൻ ചെയ്ത ഒരാളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ അത്തരത്തിൽ ആ പറഞ്ഞതിലൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല. ആയിരിക്കാം. ഞാൻ വളരെ നല്ല മനുഷ്യനാണ്. അപ്പൊ മഹേന്ദ്രൻ ക്രൂക്കഡ് ആണെന്ന് പറഞ്ഞു. റിയൽ ലൈഫിലെ സൈജു കുറുപ്പ് അങ്ങനെ ഒരാളാണോ? ക്രൂക്കഡ് അല്ല. ഞാൻ ബേസിക്കലി വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ആക്ച്വലി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. അതുകൊണ്ട് ഞാൻ ഒരാളെ ദേഷ്യപ്പെട്ട് നോക്കാറ് പോലും ഇല്ല. വീട്ടിൽ ദേഷ്യമൊക്കെ കാണിക്കാറുണ്ട്, പുറത്ത് കാണിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഈ എന്തിനാന്ന് വെറുതെ ഇതൊക്കെ കാണിച്ചിട്ട് അത്. അപ്പം അതിൻ്റെയും കൂടെ ചിലപ്പോഴൊക്കെ വീട്ടിൽ അറിയാണ്ടൊക്കെ വന്നു പോകും ചില സാഹചര്യത്തിൽ. നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയും ഭാര്യയും മക്കളെയും അമ്മയും അച്ഛൻ്റെ അടുക്കലൊക്കെ നമുക്ക് നമ്മുടെ കറക്റ്റ് ഇമോഷൻസ് പുറത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. വെച്ചാൽ അവര് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അത് ഈ വീട്ടിലത്തെ ദേഷ്യം എന്ന് പറയുന്നത് അതൊരു സ്വാതന്ത്ര്യം കൂടിയാണ്. അവര് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ പോകത്തില്ല എന്നുള്ള ആ ഒരു വിശ്വാസം, നമ്മുടെ ട്രൂ സെൽഫ് നമ്മൾ കാണിക്കുന്നത് നമുക്ക് അത്രയും ധൈര്യമുള്ളിടത്തേ ഉള്ളൂ. അപ്പോ വീട്ടിലത് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യുന്നത് അത് അവരോടുള്ള സ്വാതന്ത്ര്യമാണ്. അവര് പോത്തില്ല, അവര് നമ്മുടെ ആണ് എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ അങ്ങനെ ഒരു ക്രൂക്കഡ്നെസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഒന്നും വന്നിട്ടില്ല. അതെ, നമുക്കിപ്പം ഒരുപാട് ഇപ്പം നമ്മൾ ഏത് ജോലിയിലായാലും ലൈഫിൽ നമ്മൾ ഭയങ്കര സക്സസ്ഫുൾ ആവണം, അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുമ്പോഴാണ് പിന്നെ ഷോർട്ട് കട്ട്സിനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഷോർട്ട് കട്ട്സ് ആണ് നമ്മളെ ക്രൂക്കഡ് ആക്കുന്നത്. ഷോർട്ട് കട്ട്സ് അപ്ലൈ ചെയ്താൽ നമ്മൾ ക്രൂക്കഡ് വേയിൽ നമുക്ക് ഷോർട്ട് കട്ട്സ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തിനാണ് ഷോർട്ട് കട്ട്? നമുക്ക് കിട്ടുന്ന ഇൻകം അനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ആണ് നമ്മൾ ജീവിക്കുന്നത്. സോ അതുകൊണ്ട് അങ്ങനത്തെ ആ ഒരു സാധനം എൻ്റെ ഉള്ളിലില്ല. നടൻ മാത്രമല്ല, ഇപ്പോൾ ഒരു നിർമ്മാതാവ് കൂടിയാണ്. ഒരു സക്സസ്ഫുൾ നിർമ്മാതാവ് എന്ന് തന്നെ ഞാൻ പറയും. കാര്യം അത് തിയേറ്ററിലല്ലെങ്കിലും ജനങ്ങൾ സംസാരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, അഭിനന്ദിക്കുന്നു. ഭരതനാട്യത്തിന് ശരിക്കും എന്താണ് തിയേറ്ററിൽ സംഭവിച്ചത് ആസ് എ പ്രൊഡ്യൂസർ? തിയേറ്ററിൽ അധികം ആളുകളില്ല, അതാണ് സംഭവിച്ചത്. അല്ല, കഥയോ അല്ലെങ്കിൽ അതിന്റെ അവതരണത്തിലോ ഒന്നും കാണുന്ന ആളുകൾക്ക് പിന്നീട് OTT വന്ന ശേഷം കാണുന്ന ആളുകൾക്കൊന്നും അപാകതകളൊന്നും തോന്നിയില്ല, വളരെയധികം ആഘോഷിക്കപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷെ അത് തന്നെയാണെന്ന് തോന്നുന്നു നിങ്ങളത് സിനിമയിലേക്ക് എത്താനുള്ളൊരു കാരണം. ഡെഫിനറ്റ്ലി അതൊരു നല്ല തുടക്കമായിരിക്കും എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനത് കോ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നതും നമ്മളത് ചെയ്യുന്നതൊക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫോർ വാട്ട് എവർ റീസൺസ് ബോക്സ് ഓഫീസിൽ അങ്ങനെ അത് വർക്കായില്ല. OTT അല്ലെങ്കിൽ സാറ്റലൈറ്റിൽ വന്നിട്ടും കൂടെ വർക്കായില്ലായിരുന്നെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയാൽ ഞങ്ങളുടെ അവസ്ഥ. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ദൈവം എൻ്റെ വിഷമം കണ്ടായിരുന്നു. ഓഗസ്റ്റ് 30 ഉച്ചയ്ക്ക് 12 മണി തൊട്ട്, അപ്പോഴാണ് ഫസ്റ്റ് ഷോ കഴിഞ്ഞത്. 10 മണിയുടെ ഷോ 12 മണിക്ക് കഴിഞ്ഞു. അപ്പോൾ തൊട്ട് ഞാനൊരു 10-15 ദിവസം ഞാൻ നീറിയത് ദൈവം കണ്ടു. അതുകൊണ്ടായിരിക്കാം ദൈവം ചിലപ്പോൾ ഇപ്പം ഈ OTT വന്നിട്ട് ഇത്ര അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ സോ കോൾഡ് ഹിറ്റ് ഓൺ OTT.
ആൻഡ് ഐ ഫീൽ ഗ്രേറ്റ് ആൻഡ് പ്രൗഡ്. പ്രൗഡ് ആദ്യം ആയിരുന്നു ഞാൻ. ഐ ഡിഡ്ന്റ് ഫീൽ ഗ്രേറ്റ് ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ഡൂയിങ് വെൽ ഇൻ ബോക്സ് ഓഫീസ്. പക്ഷേ നൗ ഐ ഫീൽ ഗ്രേറ്റ്. ഷജിയുടെ മുൻ കഥാപാത്രങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിലും ശശിയും ഒരു ലാൻഡ്മാർക്ക് തന്നെ ആയിരിക്കും കരിയറിലൂടെ. ഡെഫിനറ്റ്ലി, സംശയമില്ലാത്ത കാര്യമാണ്. ഇതിനിപ്പോൾ സിനിമ അല്ലെങ്കിൽ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു പോക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, കണ്ടന്റ് വൈസ് ആണെങ്കിലും പ്രസന്റേഷൻ സ്റ്റൈൽ ആണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തൂടെയാണ് പോകുന്നത്. ആ ഒരു സ്റ്റേജിനെ എങ്ങനെയാണ് കാണുന്നത് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഒരു വളർച്ചയെ? ഇത് എപ്പോഴും ഒരു ഇൻഡസ്ട്രി ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഓക്കെ, ബിക്കോസ് ഒരാളുടെ അല്ല ഇൻഡസ്ട്രി. യു അണ്ടർസ്റ്റാൻഡ്? ഇപ്പം നമ്മൾ വേറൊരു ഇൻഡസ്ട്രിയെ പറ്റി നമ്മൾ പറയുവാണ്. ഒരാളൊരു ഇൻഡസ്ട്രി തുടങ്ങി, അപ്പം ഒരാളാണ് അതിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ, വോട്ട് എവർ. അവിടെ എന്തെങ്കിലുമൊക്കെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാം, ചിലപ്പോൾ അത് പൂട്ടിപ്പോവാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഫിലിം ഇൻഡസ്ട്രി ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, അല്ലേ? ഇവിടെ ഒരു പ്രൊപ്പറേറ്റർ ഇല്ല. ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു പ്രൊപ്പറേറ്റർ ഇല്ല. പ്രൊഡക്ഷൻ കമ്പനീസ് ഉണ്ട്, ആ പ്രൊഡക്ഷൻ കമ്പനീസിനുണ്ടാവും, അല്ലേ? ഒരു MD കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളർന്നുകൊണ്ടേയിരിക്കും. ഇതങ്ങനെ പിന്നെ നല്ല കണ്ടൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അതിപ്പോൾ ഒരു സൈക്കിൾ പോലെയാണ്, നമ്മുടെ ഒരു ലൈഫ് സൈക്കിൾ പോലെ തന്നെ ഇതൊരു സൈക്കിളാണ്. അപ്പം തമിഴിൽ ഒരു സമയത്ത് വൻ പടങ്ങൾ വന്നു. അപ്പോൾ അന്ന് ഇവിടെ പടങ്ങൾ അത്രയും ഭീകരമായിട്ട് വരുന്നില്ലായിരുന്നു, ഹിന്ദിയിൽ വരുന്നില്ലായിരുന്നു. ഒരു സമയത്ത് ഹിന്ദിയിൽ വരുന്നു, അല്ലെങ്കിൽ തെലുങ്കിൽ വരുന്നു, പിന്നെ മലയാളത്തിൽ വരുന്നു. അപ്പം മലയാളത്തിന്റെ ഇപ്പം ഒരു ഗോൾഡൻ ഏരിയ. അതെ അതെ അതെ, എല്ലാരും മലയാളത്തിലേക്ക് തിയേറ്ററിലേക്ക് തിരിച്ചു വരുന്നു. അതെ, കോൺസെൻട്രേഷൻ മൊത്തം മലയാളത്തിലേക്കാണ്. പിന്നെ നല്ല കണ്ടന്റിനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരേപോലെ ARM പോലത്തെ സിനിമയും കിഷ്കിന്ത കാണ്ഡം പോലത്തെ സിനിമയും ഒരേ സമയത്ത് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആവുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഭയങ്കര പോസിറ്റീവ് സൈനാണ്. സോ ഇൻഡസ്ട്രി ഈസ് ഗ്രോയിങ്. മിജി ഇപ്പോൾ ഒരു ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്, അതായത് സിനിമയിലേക്ക് വന്നിട്ട് ഒരു 14-15 വർഷത്തിനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഫിലിമോഗ്രഫിയിൽ മലയാളത്തിലും തമിഴിലും ഒക്കെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ തുടങ്ങി കുറച്ച് ആളെ തമിഴിൽ മലയാളമാണ് കൂടുതൽ. തമിഴ് ഒരു 6-7 സിനിമകൾ ചെയ്തിട്ടുള്ളൂ. സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അത് ഒരു ആക്ടറും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇനിയും ചെയ്യണം, ഇനിയും നല്ല റോൾ ചെയ്യണം, ഇനിയും സിനിമ ചെയ്യണം, ഇനിയും നമ്മുടെ മൂവി സക്സസ്ഫുൾ ആവണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ നമ്മൾ ഇതിനകത്ത് നിൽക്കുകയുള്ളൂ, അല്ലേ? നമുക്കിത് ജസ്റ്റ് ഒരു പ്രൊഫഷൻ, അല്ലെങ്കിൽ നമുക്ക് അതിനോടൊരു അഭിനയത്തിനോടുള്ളൊരു പാഷനും ഇഷ്ടവും ഉള്ളതുകൊണ്ടാണ് ഇതിനകത്ത് എല്ലാവരും ഇങ്ങനെ നിന്നു പോകുന്നത്. അപ്പോൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ ആരും അങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അല്ല, എനിക്ക് ഇനിയും കുറെ അച്ചീവ് ചെയ്യാനുണ്ടെന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. ഈ പ്രാരാബ്ദം സ്റ്റാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഒരു സൂപ്പർ സ്റ്റാർ സോഷ്യൽ മീഡിയ നമ്മുടെ ഭാഗമായിട്ടുണ്ട്. കൺവിൻസിംഗ് സ്റ്റാർ സുരേഷിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സുരേഷിനായിട്ട് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓഫ് ആൻഡ് ഓൺ ക്യാമറ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. സോ ജെം ഓഫ് എ ഗായ്. ഭയങ്കര രസമാണ് അദ്ദേഹം. സുരേഷേട്ടൻ ഇതിനകത്ത് ജയ് മഹീന്ദ്രനിലെ സീക്വൻസ് ആണെങ്കിലും നല്ല രസമുള്ള സീക്വൻസ് ആണ്. അത് എനിക്ക് ഓർത്തിട്ട് ചിരി വരുന്നുണ്ട്. അത് സുരേഷേട്ടൻ നല്ല ഗംഭീരായി, അല്ലേ? അത് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് അപാര ഹ്യൂമർ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ പുള്ളി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ കണ്ടാല് ഇതേപോലത്തെ കുറെ ആക്ടേഴ്സ് ഉണ്ട്. ഐ മീൻ അവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കിയാൽ ഇവരൊക്കെ ഇത്ര ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരാണെന്ന് വിചാരിക്കും. ഇപ്പം ഞാൻ പറയട്ടെ, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാഡ് ബോയ് സമ്മറിന്റെ പടത്തില് സുധീറില്ലേ, ഡ്രാക്കുളയിൽ അഭിനയിച്ചു. സുധീർ ഓഫ് ക്യാമറ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാ. ഞാൻ തന്നെ 1-2 പടങ്ങളിൽ സുധീറിനെ ഒന്ന് ട്രൈ ചെയ്യാൻ പോലെ കോമഡിയിൽ ഭയങ്കര ടൈമിംഗ് ആയിരിക്കും. പക്ഷെ അത് ഒമറാണത് പിന്നെ അത് ചെയ്തത്. ആൻഡ് ഹി ഡിഡ് വെരി ഗുഡ് ജോബ്. അപ്പൊ അത് പറഞ്ഞ പോലെയാണ്, നമ്മൾ കാണുന്ന ഇതല്ല ഇവര് പേഴ്സണലി. ഇവർ ഭയങ്കര ഹ്യൂമർ ടൈമിംഗ് ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ നിലവിൽ എല്ലാവരും സംസാരിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഭരതനാട്യത്തിന്റെ ഒരു സക്സസ്, അല്ലെങ്കിൽ പുതിയ സിനിമകളിലെ സക്സസ് എല്ലാം തന്നെ ജയ് മഹേന്ദ്രനും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഡെഫിനറ്റ്ലി നമ്മുടെ ഭരതനാട്യത്തിലെ ശശിധരൻ നായർ കഴിഞ്ഞാൽ ജയ് മഹേന്ദ്രനിലെ എൻ്റെ മഹേന്ദ്രൻ ജി എന്ന് പറഞ്ഞ ക്യാരക്ടർ, ജി മറ്റേ ബഹുമാനത്തോടെ അല്ല, ഇനിഷ്യലാണ്. മഹേന്ദ്രൻ ജി എന്ന് പറഞ്ഞ ക്യാരക്ടർ താങ്കൾ പറഞ്ഞ പോലെ ഒരു ലാൻഡ്മാർക്ക് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും. സോ ഞങ്ങളും സോണി ലീവിൽ ഇത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. താങ്ക് യു.